ഹായ് സോൾ, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ്. ക്യൂൻ ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്, ടു ഓഫ് കപ്സ്, നയൻ ഓഫ് വൺസ്, ടു ഓഫ് വൺസ്, കിങ് ഓഫ് വൺസ്, ത്രീ ഓഫ് പെൻഡിക്കിൾ. സോറി, ഒന്നുകൂടി എടുക്കട്ടോ. ഏസ് ഓഫ് വൺസ്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്, ബോട്ടം ഓഫ് ഡെക്ക്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ക്യൂനോ കപ്സ് പറഞ്ഞാൽ ആ ക്യൂന് കപ്പ് പിടിച്ച് നിൽക്കുകയാണ്. ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ക്യൂനോ കപ്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ എന്താ പറയുക, ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നേരത്തും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താണ് ചെയ്യുന്നത്, നിങ്ങളെന്താണ് ഇതാക്കുന്നത്, അങ്ങനെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെപ്പറ്റി നല്ല ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റും, പാസ്റ്റ് ലൈഫ്, അതൊക്കെ അവർ ഇതാക്കുന്നുണ്ട്. ടു ഓഫ് കപ്സ് പറഞ്ഞാൽ നിങ്ങൾ ഡിവൈൻ കണക്ഷനാണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നയൻ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ എന്താ പറയുക, നോക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരവരുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഒന്നും പറയുന്നുണ്ടാവില്ല, വിട്ട് പറയുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഒരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുവാണ്. മാത്രമല്ല കിങ് ഓഫ് വൺസ് ഒക്കെ ഒരു ആലോചനയിലാണ്. അവർ വല്ലാത്തൊരു ആലോചനയിലാണ്. മാത്രമല്ല അവർ മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുമുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്, മുന്നോട്ടേക്ക് പോകേണ്ട അവസ്ഥ എന്താണെന്നുള്ളത്, അതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഏസ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവരാണ് ആയിരിക്കാം. ഏസ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ്. മാത്രമല്ല പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് എന്താ പറയുക, ഒരു കപ്പ് ഓഫർ ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം, വിവാഹം കഴിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ്. എന്താ പറയുക, പ്രോസ്പെരിറ്റി, ഒരു സ്റ്റാൻഡ് എടുക്കണം, മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗൈഡൻസ്, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും. സോറി, ഒരു കാര്യം വീണു. ഓക്കെ, ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ടു ഓഫ് കപ്സിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിവൈൻ കണക്ഷനുള്ളൊരു കണക്ഷനായിരിക്കാം. ഓക്കെ, ഫോർ ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ഹീലിംഗ് പീരീഡ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഹീലിംഗ് പീരീഡ് സിറ്റുവേഷനിലായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ നിന്ന് മാറി നിങ്ങൾ സത്യത്തിലേക്ക് വരികയാണ്. സത്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ സത്യം തിരിച്ചറിയാൻ പോകുന്നു. നിങ്ങളെന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്നു. സ്ട്രെങ്ത്ത് വരാണ് നിങ്ങളിലേക്ക്. വന്നില്ലെങ്കിൽ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സ്ട്രെങ്ത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക്. അതിനുള്ള ഓരോ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയും ഗൈഡൻസും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ. ലൈവിൽ ഞാൻ വരാൻ നോക്കാം. ഓക്കെ, ബൈ.